Okay, amateurs. Perfectly normal. Wait, a second. Oh. So guys, നമുക്ക് ആദ്യം വഴി മനസ്സിലാക്കാം. സോ ഇവിടെ നിന്ന് നേരെ പോയി. സോ ഗൈസ്, കിണർ ഒരു സൈനാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ലാസ്റ്റ് മെലീനെ കണ്ടത്. സോ ഈ ഒരു സ്ഥലം എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഇങ്ങോട്ടങ്ങ് ആംഗിൾ ബ്രേക്ക് ചെയ്യണം. ഡോൺ മൈൻഡ്സ്, ഞാൻ ജോണിൻ്റെ പാൻസ് ഇട്ടിട്ടാണ്. നോ വേ, നമ്മുടെ സൈഡിൽ നിന്ന് നോക്കി ഇങ്ങനെ നമുക്ക് പോവാം. നോ വേ, എൻ്റെ ചേച്ചി ഡ്രസ്സ് ഇടുന്നുണ്ട്. നോ വേ. 360 അടിക്കാനും പറ്റിയില്ല. ആ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. രണ്ടും സാൻസ് ആണ്. I don't like to win, so I said myself I just want clothes for lol. എന്തൊക്കെയാണ് ഗൈസ് ഈ പറയണത്? ഞാൻ ഓടാൻ പോവാ. എനിക്ക് ഓടണം. എനിക്ക് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടേക്ക് സോ വെല്ലായിരുന്നു ഈ പോയിന്റ്. ഇപ്പം ജസ്റ്റ് 666 കാണാണ്ടായപ്പോൾ
ജാഗ്രത കളിക്കും മാറിക്കുക 2019 വില്ലേജ് പുറത്ത് ഫ്രണ്ടില് പ്രേതം വന്നു ഫ്രണ്ടില് പ്രേതം വന്ന് ഫ്രണ്ടില് പ്രേതം വന്ന് ഫ്രണ്ടില് പ്രേതം വന്ന് ഫ്രണ്ടില് പ്രേതം വന്ന് എനിക്ക് പേടിയായിരുന്നു എനിക്ക് പേടിയായിരുന്നു ഇവിടെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം എണ്ണം പോയത് നമ്മൾ ഏറ്റവും മുകളിലെത്തി അല്ലാണ്ട് പിന്നെ സൺ റൈസ് ആവാണ്ട് സൺ താഴേക്കു അല്ലാണ്ട് പക്ഷെ ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും സ്പൂൺ ആവുക അല്ലല്ല പുറത്ത് ഞാൻ ഇന്നലെ കേവിലായിരുന്നു മാനിന് CPR കൊടുക്കുന്നു എനിക്കിതിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും ഗൈസ് അവർ പറയണല്ല അമ്മമാരെ പറയണ എല്ലാം മനസ്സിലാക്കാം എനിക്ക് ഗൈസ് bear trap I push no human my brother was എന്തൊക്കെയാണ് ട്രാൻസ്ലേഷൻ അതെ എൻ്റെ ബ്രദർ അച്ഛാ എൻ്റെ ബ്രദർ ഞാൻ എവിടെയായിരുന്നു നോവേ കിണർ എവിടെയാന്ന് കിണർ എവിടെയാന്ന് നമുക്ക് അറിയില്ലേ ഇങ്ങോട്ട് ഈ നടക്കുന്ന ഇവിടെ എത്തിയല്ലേ നോവേ നമ്മൾ ബാസ്ക്കറ്റ് അവിടെ മറന്നു വെച്ച് സെൻസ് ഇതിനെല്ലാം കാരണം നീയാ എന്ത് കൊടുത്തേക്കുന്ന കത്തിയാണോ ഇത് ബുക്കും കത്തി ബൈബിളോ ഇതോടെ ഇന്ന് മാടേ തയ്യാട്ടെ എനിക്ക് കാണണം എന്തോ സാധനം ഇവന്റെ ഇല്ലാതെ സാധനമായിരിക്കും അതെന്തോ ബുക്ക് ഇവന്മാർക്കൊക്കെ ലോ HP ഇപ്പം ഞാൻ ഇവന്മാരെ സഹായിച്ചാൽ മാത്രമാണ്
അന്നമരം ഗൈസ്, അന്നമരം. ഓ വേഗം നമ്മൾ വിട്ടുപോയി, എവിടെയാണെന്ന് അറിയില്ല ഇപ്പം. ഓ നോ, ഓ നോ, നോ 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 നോ, ഈ ട്രാപ്പിൽ കൊടുക്കുന്നതായിരിക്കും ഇതിനൊക്കെ ഭേദം. ഈ കാണുന്ന എല്ലാ ഗെയിംസും ഉണ്ടോ? ഇതിന് എല്ലാത്തിനും കാശ് കൊടുക്കും. ഞാനത് പ്രതീക്ഷിച്ചില്ല. You're a freak out. Yeah, let's buy it. Hey, hey. Yo, this car is so cool. ഓൻ്റെ പേരുണ്ട്. യോ, ഇത് ഭയങ്കര അടിപൊളിയാണല്ലോ ഈ വണ്ടി. Just look at this guys. എൻ്റെ വണ്ടിക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്പീഡ് പോകും. ശരിക്കും ഞാൻ ചുമ്മാ അറിയാണ്. എൻ്റെ വണ്ടിയിൽ ഞാൻ ഇതുവരെ ഇത്രയും സ്പീഡ് പോയിട്ടില്ല. യോ ഉമ്മാരെന്താണെന്നെ ഞാൻ കയറിയപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നു. മിസ്റ്റർ ഗൂച്ചി. യോ മിസ്റ്റർ ഗൂച്ചി, ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്തോ. ഇത് അങ്ങനെ ലോങ് ട്രിപ്പാണെന്ന് തോന്നുന്നില്ല. ഈസി ഡ്രൈവ്. ഈസി ഡ്രൈവ്. നമ്മളെ ഇപ്പം എവിടെ എത്താറായി? നോവേ ഗൈസ്, ഇത് ഈസി ഒന്നുമല്ല. ആ നമ്മുടെ വണ്ടി പോയി തന്നെ. കേവിലെങ്ങാനും കയറിയ സീക്രട്ട് ബാഡ്ജ് കിട്ടും. നമുക്ക് നോക്കിയാലോ? അവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നേ കാണാൻ പറ്റും. നമ്മൾ ചുമ്മാ പോകണം. പിന്നെ നോ വേ ഗൈസ്, നോ വേ. നമുക്ക് ആ റാമ്പ് എടുത്ത് പോയാൽ മതിയോ? വണ്ടിയുടെ പുറത്ത് പുറത്തിറങ്ങാം. പുറത്തിറങ്ങാം. വണ്ടി ഡിലീറ്റ് ചെയ്യും. എനിക്കൊന്നും ഈ വണ്ടി ഉണ്ട്. അവിടെ വേറൊരു വേർഡ് തന്നെയുണ്ട്. നമുക്ക് വേണ്ടി എടുക്കാം. എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ഫാറൂഖ് സാറ്, സംഘടന സ്റ്റേറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ച സംസ്ഥാന ട്രഷറർ ജയനക ടീച്ചർ, യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജില്ലാ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളന്ന് ജില്ലാ കമ്മിറ്റിയും ജില്ലാ കൗൺസിലെല്ലാം ചേരുകയും നമ്മുടെ ബന്ധപ്പെട്ട
ചുമതലക്കാരനെ ബാബുജാൻ സഖാവിനോടെല്ലാം സംസാരിക്കുകയും ചെയ്തെങ്കിലും ആ ദിവസങ്ങളിൽ നമുക്ക് ഈ 7-ാം തീയതി എന്നുള്ള ഫെബ്രുവരി 7-ാം തീയതി ശനിയാഴ്ച അതിന് മുമ്പുള്ള ദിവസം നമുക്ക് കൗൺസിലും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ. എന്നാൽ അതിനുശേഷം നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് ജില്ലയിലെ LDFൻ്റെ വികസന മുന്നേറ്റ ജാഥ വരുന്നത് ആ 7-8 തീയതികളിലായതുകൊണ്ട് തന്നെ സമ്മേളനം നടത്തുന്നതിന് പ്രശ്നമില്ല, പക്ഷേ പാർട്ടിക്കാർക്കാർക്കും പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കും. കാരണം ജില്ലയിലെ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ പങ്കെടുപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമ്മേളനത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ടാണ് പാർട്ടി എന്ന നിലയ്ക്ക് അപ്പോൾ എന്നെ സാർ വിളിച്ചു, സംസാരിച്ചു, ഞാൻ ചുമതലക്കാരനെ വിളിച്ചു. അപ്പോൾ പാർട്ടി എന്ന നിലയ്ക്ക് ഇങ്ങനെയൊരു സജഷൻ നമുക്ക് 14 നമ്മുടെ വെള്ളിയാഴ്ച നമ്മൾ മറ്റേ ഓൺലൈൻ സമ്മേളനം കൗൺസിൽ നടത്തുകയും അതിനുശേഷം നമ്മൾക്ക് 14-ാം തീയതി സമ്മേളനത്തിൻ്റെ മറ്റ് ഔപചാരികതകളെല്ലാം പൂർത്തീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശമാണ് വന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ ഫാറൂഖ് സാറിനെ പിന്നെ 1-2 ദിവസം ചെറിയ തിരക്കായതുകൊണ്ട് ഇന്ന് വേണു ടീച്ചറെ വിളിച്ചറിയിച്ചു. ആ വിഷയം ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ ചർച്ചയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് സമ്മേളനം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് അതിനെക്കുറിച്ച് ഫറൂഖ് സാറ് കൂടുതലായിട്ട് ഇടപെട്ട് പറയും. നമ്മുടെ പല അധ്യാപകരുടെയും നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നിട്ടുള്ള ദിവസമാണ് ഇന്നലെ ഇന്നുമായിട്ട്. അതിൻ്റെ ഓർഡറുകൾ വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. എങ്കിലും ജില്ലാ കമ്മിറ്റി ആയതുകൊണ്ട് MSN കോളേജിലെ നമ്മുടെ സംഘടനയിലേക്ക് വന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ലക്ഷ്മി ടീച്ചർ, അതുപോലെ തന്നെ ബിഷപ്പ് മൂർ കോളേജിലെ പിന്നെ അതുപോലെ തന്നെ MSN കോളേജിലെ തന്നെ കുറച്ച് കാലമായിട്ടുള്ള ഒരു വിഷയമാണ് ലത എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ മലയാളം. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിൽ അവരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിയറൻസ് ഇന്നുകൂടി ആയിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഓർഡർ കിട്ടും. ഞാനത് പറഞ്ഞു വന്നത് പാർട്ടി എന്ന നിലയ്ക്ക് നമ്മുടെ സംഘടന ആലപ്പുഴ ജില്ലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പാർട്ടി അതിനെ തരുന്ന ഒരു ശ്രദ്ധയും കരുതലുമെല്ലാം. ഇനിയിപ്പോൾ 1-2 വിഷയങ്ങളും കൂടി ഉണ്ട്. പക്ഷെ അതിനകത്ത് പോലും കൃത്യമായിട്ട്, കാരണം ഇലക്ഷനിലേക്ക് പോകണം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഒരു ഫെബ്രുവരി 27-നൊക്കെ തന്നെ നമ്മൾ ഇലക്ഷൻ്റെ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് ഒരാഴ്ചയും കൂടി അങ്ങനെ നീണ്ടുപോയേക്കാം എന്നുള്ളതാണ് ഇന്ന് കിട്ടിയിട്ടുള്ള അറിവ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കാരണം നമുക്ക് ഇലക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഇലക്ഷൻ വിജ്ഞാപനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംഗമം നടത്താൻ കഴിയില്ല, നമുക്കൊരു കുടുംബസംഘം പോലും നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃത്യമായിട്ട് ഈ ഇലക്ഷന് മുമ്പുള്ള രാഷ്ട്രീയമെല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരമാണ് ജില്ലാ സമ്മേളനം. ഇത് കൃത്യമായിട്ട് നമ്മുടെ അംഗങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു ദിവസമായിട്ട് നമ്മുടെ 14-ാം തീയതിയിലത്തെ സമ്മേളനം മാറണം എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമതൊരു വിഷയം, ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് തന്നെ നിങ്ങളോട് പറഞ്ഞു കാണും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൂടി വിളിച്ചു ചേർത്തു. നമ്മുടെ മുന്നിൽ ഡിസംബർ 31 ജനുവരി 4 വരെ വന്നിട്ടുള്ള ഒരൊറ്റ പ്രപ്പോസലിൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെയില്ല. സിൻഡിക്കേറ്റ് വിളിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ ശക്തമായിട്ട് പറഞ്ഞു 170 അജണ്ട പാസ്സാക്കി. ഇനി ഒരു 300 അജണ്ട ഇപ്പോൾ നമ്മൾ പാസ്സാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്കൊരു പഴയ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് വിഷയങ്ങൾ ഗ്രൂപ്പിലടക്കം നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സംഘടനാ തലത്തിൽ വന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതിൽ
കഴിഞ്ഞ ആഴ്ച 2 ദിവസം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വിനോദ് സാറ് ഒരു ദിവസം അവിടെ വന്നിരുന്നു. യൂണിവേഴ്സിറ്റി ആ ദിവസങ്ങളിലെല്ലാം ഏതാണ്ട് വൈകുന്നേരം വരെയുള്ള 2 ദിവസം ആയിട്ട് കെയറിപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് 2 മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 ആളുകൾ, 2 പ്രധാനപ്പെട്ട ഓഫീസർമാർ വന്ന് നമ്മുടെ സർവകലാശാലയിലെ എക്സാമിനേഷൻ വിങ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, അക്കാദമിക് ഇവരെല്ലാം വിളിച്ചിരുത്തി അവർ മുഴുവൻ സ്ലോട്ടും നമുക്ക് സർവകലാശാലയ്ക്ക് നമുക്ക് അധ്യാപക വിദ്യാർത്ഥികൾക്കൊക്കെ പറ്റുന്ന തരത്തിലേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ നമുക്ക് ലഭ്യമാകും. അതിന് സിൻഡിക്കേറ്റ് തന്നെയാണ് നേതൃത്വം നൽകിയത്. അത് ബിന്ദു ടീച്ചറിനോട് സംസാരിച്ച് റിവ്യൂ മീറ്റിംഗ് ഉടനെ തന്നെ നടത്തണമെന്ന് ബിന്ദു ടീച്ചറിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ടാണ് കെയറിപ്പുകാരെ ഉടനെ കേരള യൂണിവേഴ്സിറ്റിക്ക് വിട്ടുകൊണ്ട് തന്നെ അത്തരത്തിൽ 2 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള റിവ്യൂ മീറ്റിംഗ് നടത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരമായിട്ട് നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള എൻ്റെ പുതിയ തരത്തിലേക്കുള്ള കെയറിപ്പിൻ്റെ ടെംപ്ലേറ്റുകൾക്കടക്കം കൃത്യമായിട്ടുള്ള എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അതിലും നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് ഇപ്പോൾ FIUGPയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി അടക്കം നിലവിൽ വരുത്തിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തുടർച്ചയായിട്ട് നമ്മുടെ സംഘടനാ വേദികളിലൂടെ നമ്മുടെ MSM നമ്മുടെ ജില്ലയിൽ തന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആദ്യം നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ പേജിൽ ഒരു സാധനം ഗോകുവിന്റെ ബോൾ 3-4 ആളുകൾ അതിൻ്റെ താഴെ എന്നെ മാത്രം തൊടല്ലേ, എന്നെ മാത്രം തൊടല്ലേ, എന്നെ മാത്രം തൊടല്ലേ, എന്നെ മാത്രം തൊടല്ലേ, എന്നെ മാത്രം തൊടാല്ലേ, എന്നെ മാത്രം തൊടാല്ലേ. ഞാൻ എന്തെങ്കിലും ചെയ്യൂട്ട, ഞാൻ കരയൂട്ട, ഞാൻ കരയും, 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 ഞാൻ കരയും. Pam 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 ജോൺ പോർക്ക് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ജോൺ പോർക്ക് ഒരു മീമാണല്ലോ, ജോൺ പോർക്ക് എനിക്ക് ഇഷ്ടമല്ല. അതെ ഇവൻ 39 ഡാമേജാണ് ടേക്ക് ചെയ്യുന്നത്. 2 പേർ ഈസി പീസി, 2 പേർ ഈസി പീസി, 2 പേർ ഈസി പീസി, 2 പേർ ഈസി പീസി, 2 പേർ ഈസി, 2 പേർ ഇവർക്ക് എപ്പോഴും മിസ്സാവും. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. എന്നെ ഓർബിറ്റിംഗ് സോൾഡ് ഇല്ല തൊട്ടുന്നു. Yo, you're actually dance. I know you belong to some. പെട്ട് ഞാൻ ഇപ്പോൾ തീരെ എന്നെ റിവൈവ് ചെയ്യണം. നോ ഇവന്മാർ ഭയങ്കര ഡാമേജ് എടുക്കും. ഇവന്മാർ ഭയങ്കര ഡാമേജ് എടുത്ത് നമുക്ക് ഒളിച്ചിരിക്കണം. നമുക്ക് എന്തായാലും പെട്ടെന്ന് 2 വിൻഫോഴ്സ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യണം. രണ്ട് ഓർബിറ്റിംഗ് സോൾഡ് ഉണ്ട് എനിക്ക്.
യോ നമുക്ക് 3 ഓർബിറ്റിംഗ് സോൾ കിട്ടി. യോ ഇപ്പം നമ്മൾ ഭയങ്കര ഡാമേജാ. ശരി പേരോ 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 പാറ പാറ പാറ. ഉയ്യോ ഉയ്യോ ഞാൻ പെട്ട്. ഞാൻ പെട്ട്. ടൺ 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 ഞാൻ പെട്ടല്. ടൺ ടൺ ടൺ. ഓ കോപ്പിറൈറ്റ് യൂട്യൂബേ പ്ലീസ് കോപ്പിറൈറ്റ് തരുമല്ലോ പ്ലീസ്. Yo. I am the strongest person ever existed that I can one tap to someone with something. Hey, നമ്മുടെ കയ്യിൽ 3 ഓർബിറ്റിംഗ് സോൾഡ് ഉണ്ട്. സോ ദിസ് ഷുഡ് ബി ഈസി ഫോർ മീ. എന്താ ഈ മേത്തിറങ്ങണേ വാള അല്ലാണ്ട് നീമാട് കൂട്ടത്തെ സ്റ്റിക്കൊന്നുമല്ല കേട്ടല്ലോ. കുഴപ്പമാണ്. യോ നമ്മളിപ്പോൾ തന്നെ ഇവൻ ക്യാരി ചെയ്യുന്ന പോലെയുണ്ട്. ഐ ഫീൽ ലൈക്ക് ബീയിങ് ക്യാരിഡ്. പെട്ട് ഇവന്മാർക്ക് എന്താണ് ഇപ്പം ഇവന്മാർ ഗണ്ണും കൊണ്ടുവന്നോ? നമുക്ക് എന്തെങ്കിലും ചെയ്യണം. യോ ഇവനെ ആദ്യം ടാർഗറ്റ്. എന്നെ ടാർഗറ്റ് ചെയ്യുന്നു. എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ തിന്ന. യോ നമുക്ക് 4ാമത്തെ ഓർബിറ്റിംഗ് സോൾഡ് കിട്ടി. നമുക്കൊരു ഓർബിറ്റിംഗ് സോൾഡും കൂടി വാങ്ങിക്കാം. ഡാഷ് 5 ഓർബിറ്റിംഗ് സോൾഡ്. എൻ്റെ ഇവനിപ്പോൾ ഒരു ഓർബിറ്റിംഗ് സോൾഡ് കിട്ടിയതേ ഉള്ളൂ. എനിക്ക് 5 എണ്ണം ഉണ്ടാ. ഞാൻ എല്ലാം വാങ്ങിച്ചു പ്ലീസ്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ടീമേറ്റ് സ്കിപ്പ് ചെയ്യുന്നത്. ഇതുവരെയായിട്ട് ഒരു ടീമേറ്റ് സ്കിപ്പ് ചെയ്തിട്ടില്ല. യോ ഇവനാണ് ആക്ച്വലി നമ്മളെ നോ. യെസ്. പിന്നെയും പാക്ക് വന്നു. ഐ തിങ്ക് ഇത് മതി. നമ്മളെ ഇത് കിടന്ന് കറങ്ങുന്നുണ്ടോ? ഇവന്മാർ പ്രോ ഷൂട്ടേഴ്സാണ് ഗൈസ്. നമുക്ക് ഇവന്മാരെ പുറകേന്ന് വേണം ഷൂട്ട്. ഓർബിറ്റിംഗ് സോഡ് യൂസ് ചെയ്യും. നമ്മളെ പുറകെ നിന്നിട്ട് ചെയ്യണം ഗൈസ്. യോ ഹാംബർഗർ ഞാൻ ഒരു ഡാമേജും ചെയ്തിട്ടില്ല ഗൈസ്. നമുക്കിങ്ങനെ ദൂരെ നിന്നിട്ട് ഇത് വെച്ച് കളക്ട് ചെയ്യാനും പറ്റും. യോ നമ്മളിപ്പോൾ ഈ ഗെയിമിൽ മോസ്റ്റ് ഓവർ പവർഡ് പുള്ളി അയക്കുക അല്ല ആളയക്കുക. ഇവൻ ബാക്കിയുണ്ട്. ഇവൻ മാത്രമേ ഉള്ളൂ ബാക്കി. 4 വേവ്. എന്തുകൂടെ ഒരാളെങ്കിലും വിട്രാ. ഒരാളെ ജീവനോടെ വിട്രാ. പോടാ കഷ്ടം. ഒരാളെ എനിക്ക് എന്നാ കുറെ നേരമായി വെച്ചാൽ കൊണ്ട് കുറേ നടക്കുന്നു. നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല.
നമുക്കൊന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പിന്നെയും വിൻഫോഴ്സ് ഓർബിറ്റിംഗ് സോഡ് കിട്ടി. നമ്മൾ ഓവർ പവർഡായി. നമ്മളിപ്പം നമുക്കിപ്പോൾ 1-2 ഹിറ്റിൽ ഈ സ്നൈപ്പേഴ്സിനെ തീർക്കാൻ കഴിയും. ദുഷ്ടന്മാർ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ദുഷ്ടൻ എന്നാണ് പറയുന്നത്. 4ാം ക്ലാസ് വരെ അവനുണ്ടായിരുന്നുള്ളത്. ഞാൻ വേറെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇവൻ്റെ മോസ്റ്റ് അനോയിങ് പവേഴ്സാണിത്. നമ്മുടെ മോസ്റ്റ് അനോയിങ് പവേഴ്സ് ഇതാണ്. ഈസി കാം സോസേജ്. വി ഗോട്ട് എ കാം സോസേജ്. ഇതൊന്നും എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്ത. These are not collectibles. നമുക്കിത് കളക്ട് ചെയ്യാം. നാല് വിൻഫോഴ്സ് പവറാണ് നമ്മുടെ കൂടെ. 6. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 6-10 ആകുന്നത്. I will try my best guys. So പ്രാർത്ഥിക്കണം. സോ ഇത് തുടങ്ങുന്നുണ്ടോ? പക്ഷെ നമുക്കൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. What the heck? നമ്മുടെ ഗൈസ് ഇതെന്താണ് 3 വേവുന്ന കൂടിയുള്ളെന്നൊക്കെ കാണിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് വരെയാണ് വിളിച്ചത്. നമുക്ക് ദൂരെ എന്നിട്ട് ഇത് ഈ ഓർബിറ്റിംഗ് സോഡുള്ളത് നന്നായി. നമുക്ക് കുറേ ഉണ്ട്. പക്ഷെ ഇപ്പം കാശില്ലേ വാങ്ങിക്കാൻ. ഇത്രയും കിടക്കുന്നിട്ടും ഒന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫീൽ ലൈക്ക് ടു റീസ്റ്റാർട്ട്. പക്ഷെ ഇതുവരെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് റൺസാണ് ഇത്. പറ്റത്തുമില്ല എനിക്ക്. നമ്മളെ ഗോഗു തിരിച്ചു വന്നു. ഗോഗു മാൻ, ഗോഗു ബ്രോ എന്തെങ്കിലൊക്കെ. എന്തായാലും ബ്രോയാ. നമുക്ക് റീജൻ കോയിൽ കിട്ടി. നമുക്ക് വിൻഫോഴ്സ് ഫീൽഡ് ഒരെണ്ണം കൂടി എടുക്കാം. ദിസ് ഈസ് ദ ബെസ്റ്റ് ഒരെണ്ണം എവർ ഹെഡ്. ഇതിൽ എത്രയുണ്ട്? 1, 2, 3, 4. എനിക്ക് ഓവർ പവർഡായിട്ട് തോന്നുന്നു. ഒരെണ്ണം എത്ര പറയാൻ പറ്റില്ല. സട്ടർ ചെയ്യാണ്. നമ്മുടെ കയ്യിൽ 7 ഓർബിറ്റിംഗ് സോട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് കണ്ട ഒറ്റയടിക്ക് നമ്മളിങ്ങനെ ഇന്ന് കൊടുത്താൽ മതി. ഇപ്പനെ പോലെ ഇപ്പോൾ ഒറ്റയടിക്ക് തീർക്കാം. ദ മോസ്റ്റ് അനോയിങ് ഗൈസ്. ഇങ്ങനെ ഒന്ന് കറങ്ങി കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലൊന്നുമല്ല. ബാക്കിയുള്ള എല്ലാം ഇവൻ ചെയ്തോളും. ഇവന്മാരെപ്പോഴും മിസ് ചെയ്യാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്രാവശ്യം മിസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമുക്ക് നല്ല തല്ല് തരും. ഫെട്ട്
ഓർബിറ്റിംഗ് സോഡ്. ഷോ ഇൻസ്റ്റന്റ് orbiting sword. Yeah, they always target the most overpowered guys. Yeah. Food കഴിക്കും. ഫുഡ് റിയൽ ലൈഫിൽ ഇതേപോലെയാണ് ഗൈസ്. ഫുഡ് കഴിച്ചാൽ എനർജി വരും, ഹെൽത്ത് കൂടും. അടുത്ത റീജൻ ഗോയിൽ. ഇവൻ ഡിസ്ട്രാക്ട് ചെയ്യും, ഞാനങ്ങ് അറ്റാക്ക് ചെയ്യും. ഇപ്പം അവനൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ചുമ്മാ നടന്നാൽ മതി. എനിക്ക് സോളോയാ. ഇത്രയും സോളോ വെച്ച് സോളോ എനിക്ക് പെട്ടെന്ന്. ഈ മാപ്പുമ്മ കിടക്കുന്നുണ്ട്, ഒന്നും എനിക്ക് വളർത്തിയാൻ വേണ്ടുന്നല്ലോ. I feel like Superman. തെറ്റുപാട്ട് ഈ പാട്ടല്ല. ഇങ്ങനെ തെറ്റി. എന്തുവാടാ? വെയിറ്റ്. കരാട്ടയുടെ വർണ്ണമുണ്ട്. കരാട്ടയുടെ ക്ലാസ് അടിപൊളിയാണ്. കരാട്ടയുടെ ഒരു ക്ലാസ് ഉണ്ട്. 2 ഹാംബോൾ ചീസ് ബർഗർ തെറ്റി. എനിക്ക് വിഷമമുണ്ട് തെറ്റിയതിൽ. അതേ കിടക്കുന്നത്. പിടിച്ചോ. എന്തിനാ നിനക്ക് കുഴപ്പം? നിങ്ങൾക്കൊക്കെ എന്ത് കുഴപ്പമാണ്ടാ? ഇവന്മാര് ഭയങ്കര പാടാട്ടോ. ഒരു ട്രൈ ഹാർഡാണ് ഇവന്മാര്. ലിറ്ററലി ട്രൈ ഹാർഡ് ഇതേപോലെ. എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. സോ നമ്മളിത് വാങ്ങിക്കണം. കിച്ചൻ്റെ പോർഷൻ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ്. ഷോപ്പ് ഇക്കാറസ്. എന്തിനാ ഇടിക്കണമല്ലോ? ഓ നോ. ഇത്രേ ഉള്ളു. നമുക്ക് 17 വെള്ളമൊക്കെ നോക്ക്. അത് മാത്രമേ ഉള്ളല്ലോ. നല്ല ഇൻഡെക്സ് നമുക്ക് ഇനി എന്തൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇത്ര ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. നൂബ്സ് നമ്മളെല്ലാം ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അറേനാസ് ഇതൊന്നും നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടില്ല. നമുക്ക് ഗോജോ സ്കിന്നുണ്ട്. എൻ്റെ ഇനി 30 ആവുകയാണെങ്കിൽ എന്തോ കിട്ടുക? ഡൂം ബിങ്ങർ. Guys, I feel like ഇത് വാങ്ങിക്കാം. ഇതിലെന്തോ
വാങ്ങിച്ചു. എല്ലാവരും പോയി. നമ്മളെ കാണാൻ പറ്റിയതാണ് നമ്മൾ. ഇക്കാറസ് എന്താ ഇടിക്കണോ? നമ്മളുടെ ഇതിലിപ്പോൾ എല്ലാ നോട്ട്സും അൺലോക്ക്ഡ് ആണ്. എങ്ങനെ നിങ്ങൾ just like that, just like this. Icarus. Just like that. അവൻ പോയി. ഓ നമുക്ക് തുടക്കത്തിൽ തന്നെ ഓവർ പവർഡാണ്. നമ്മൾ ഓവർ പവർഡായ ആർക്കും ഇഷ്ടമായില്ല. കഴിഞ്ഞ റൗണ്ടിൽ എനിക്കിതൊന്നും പറ്റിയില്ല, ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ആകെ കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രം വെച്ച് ഞാൻ സർവൈവ് ചെയ്ത ലാസ്റ്റ്. സർവൈവിങ് പുവർ. പൊട്ടൻ. ഞാൻ ഇനി എന്തോ പറയണമെന്ന് എനിക്ക്. ഓ ആരും എന്നെ തൊട്ടില്ല കേട്ടോ. സിഗ്മ എത്തിച്ച്. ഇവൻ ഡിസ്ട്രാക്ട് ചെയ്യും. അവനെങ്ങനെ ഓർബിറ്റിംഗ് സോഡ് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫസ്റ്റിൽ തന്നെ കിട്ടുന്ന ഓവർ പവർഡാണ്. ഞാൻ കഴിഞ്ഞ പ്ലേയിൽ എനിക്ക് കിട്ടിയായിരുന്നു. യോ അങ്ങനെ. ദിസ് ഈസ് എ ഫൺ ഗെയിം ടു പ്ലേ. നോബസ് ഗെയിം തന്നെയാണല്ലോ ഞാൻ ടൈറ്റിൽ ഇട്ടേക്കണം. ഞാനതും വിചാരിച്ച അവൻ്റെ കാര്യം തീർന്നല്ലോ. നമുക്ക് W ടീംമേറ്റിനെയാണ് കിട്ടുന്നത്. ഇവന്മാരെന്നോട് തുടക്കത്തിൽ ഓവർ പവർഡ്. ഐ ഡോണ്ട് നോ വൈ. നമുക്കത്ര ഹാർഡല്ല വേണ്ടേ. ടെലമോൺ പക്ഷേ ടെലമോൺ വർക്ക് ഹാർഡ്സിനും ന്യൂസിനും ഉള്ളതാണ്. അല്ല ട്രൈ ഹാർഡ്. പക്ഷെ ട്രൈ ഹാർഡ് പാക്ക് ഇക്കാറൂസാണ്.
ചീസ് ബർഗർ. നമ്മുടെ കയ്യിലിപ്പോൾ 61 രൂപ ആക്കി. സ്കിപ്പ് ചെയ്യാം, നമ്മൾ എന്തായാലും വാങ്ങിച്ചു. അവൻ്റെ രണ്ടാമത്തെ മരം വെട്ടാനുണ്ടോയി. ഇത് കളിച്ച് എനിക്ക് മടുത്തു. എനിക്ക് മടുത്തു. കളിച്ച് തന്നെ കളിച്ചു ഗൈസ്. ഈ ഗെയിം വെറുതെ തുടങ്ങി ഗൈസ്. എൻ്റെ ഈ ലോറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ബൈ ഗൈസ്. വല്ലപ്പോഴൊക്കെ ഞാൻ ബ്രൂക്ക്ഹേവൻ കളിക്കാറില്ല. ക്രോപ്സിൽ പുതിയത് വന്നെന്നാണ് പറഞ്ഞത്. പുതിയതെന്ത്? പുതിയതൊന്നുമില്ല. Guys, what is this server guys? ഞാൻ പോവാന്ന് തോന്നുന്നു guys. എനിക്ക് വയ്യ ഈ സെർവർ. അവർ പറഞ്ഞ ഹൗസ് പാർട്ടീസ് ഉണ്ടെന്നാണ്. നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തേക്കാണ്. ഓക്കെ, ഇവിടെ പാർട്ടി ബട്ടൺ വന്നിട്ടുണ്ട്. ഹൗസ് പാർട്ടി ഇൻവൈറ്റ് പ്ലെയേഴ്സ്. സോ നമുക്ക് ഗോവല്ലോ. ഹായ്, സെർച്ച് പ്ലെയേഴ്സ്. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 16, 17, 18, 19 ആൾക്കാരുണ്ട് ഈ സെർവറിൽ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് സേഫ് ഓപ്പൺ ആക്കി വയ്ക്കുക. Guys, 80 subscribers party. ആരെങ്കിലും വന്നോ? നോ, ആരും വന്നില്ല ഗൈസ്. പുതിയ വണ്ടി ഒട്ടുമില്ല. ഒന്നുമില്ല ഗൈസ്. ഈ ഗെയിം ഓടിക്കാനില്ല, താമസിക്കാനില്ല, കളിക്കാനില്ല, ഒന്നുമില്ല. നമ്മളോ ചുമ്മാ കാശ് കൊടുത്തെല്ലാം വാങ്ങിക്കുകയും ചെയ്യും ഗൈസ്. It's raining tacos from out of the sky. Tacos. ഗൈസ്, അത് നോക്കിയോ ഗൈസ്. ചെറിയ വീട്, വലിയ വണ്ടി, അടിപൊളി കാറ്. രണ്ടും അടിപൊളിക്ക് തന്നെയാണ് ഗൈസ്. രണ്ടിനും ഭംഗിയുണ്ട്. And guess what? എന്ത് ഗസ് ഗൈസ്? എനിക്ക് വിഷമമുണ്ട് ഇത് പറഞ്ഞേക്കാൻ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.